ഹായ് ഗൈസ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി പൂജ കഴിഞ്ഞ് ജയപാലനും രാജേശ്വരിയും കാവേരിയും തർക്കത്തിനിടയിൽ മാനേജറെയും കൂട്ടി നിവിൻ അവിടെ ജീപ്പിലെത്തി. അവർ നടന്ന് ജയപാലന്റെ അരികിലേക്ക് വന്നു. കാവേരി ജയപാലനോട് പറഞ്ഞു, കുറച്ചു മുമ്പ് നിങ്ങൾ പറഞ്ഞത് അച്ഛൻ അഡ്വാൻസ് മാത്രം കൊടുത്തിട്ട് പിൻവാങ്ങിയെന്നല്ലേ? പിന്നീട് വെറുതെ കിടന്ന ഭൂമി മൊത്തം പണം അടച്ച് നിങ്ങളും വാങ്ങിയെന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ജയപാലൻ. അതിനുശേഷം ഗംഗ തുടർന്നു, ഞങ്ങളുടെ അച്ഛൻ 2 വർഷം തോട്ടത്തിനു വേണ്ടി മുടക്കിയ കാശ് കാശ് എവിടെ? ആവിയായിപ്പോയോ? സ്വത്തിനു വേണ്ടി എൻ്റെ അച്ഛൻ്റെ കൂടെ കൂടിയതല്ലേ താൻ? ചിരിക്കുമ്പോഴും ചതിയായിരുന്നില്ലേ തൻ്റെ മനസ്സിൽ? എന്നൊക്കെ മാറി മാറി മക്കൾ ചോദിക്കുമ്പോൾ ജയപാലനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതിലെന്തോ സത്യമുണ്ട് എന്ന് ശാരദയ്ക്കും മനസ്സിലായി. ശാരദ ജയപാലനു നേരെ തിരിഞ്ഞ്, വിശ്വസിച്ച കൂട്ടുകാരനെയല്ലേടാ നീ ചതിച്ചത്? നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, നശിച്ചു പോകുമെണ്ട. കാടും പടലവും പിടിച്ച നിന്റെ തറവാട് മുടിയും എന്ന് നീ എഴുതി വെച്ചോ എന്ന് മനസ്സുരുകി ശപിക്കുന്നുണ്ട് ശാരദ. അപ്പോഴും ജയപാലന് ഒരു കൂസലുമില്ലാതെ പുച്ഛച്ചിരിയും ചിരിച്ചു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് സത്യം മനസ്സിലാക്കിയ നിവിൻ രാജേശ്വരിയെയും ജയപാലനെയും നോക്കുമ്പോൾ എല്ലാ സത്യങ്ങളും ഇവർ അറിഞ്ഞല്ലോ, അരവിന്ദന്റെ മക്കൾ മോശമില്ലല്ലോ എന്നോർത്ത് ജയപാലൻ ദേഷ്യത്തോടെ നിൽക്കുന്നു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.